ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ലാലേട്ടൻ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തോ? വാൽക്കനൻട്രി വീട്ടിൽ കയറിയോ? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ബോക്സ് ചെയ്തിരിക്കണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ ഫാസ്റ്റസ്റ്റ് അപ്ഡേറ്റിനും ലൈവ് റിവ്യൂസുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. ആദ്യം നമുക്ക് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് ഇന്നത്തെ ദിവസത്തിലോട്ട് വരാം. ഡേ 6 ഇന്നലെ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. ലാലേട്ടൻ വരുന്നു, എല്ലാവർക്കും നമസ്കാരം പറയുന്നു, എന്നിട്ട് കഴിഞ്ഞ ആഴ്ച നടന്ന പ്രസക്ത ഭാഗങ്ങളൊക്കെ കാണിക്കുന്നു. അതിനുശേഷം വെള്ളിയാഴ്ച നടന്ന സംഭവവികാസങ്ങളൊക്കെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം ലാലേട്ടൻ പറയുന്നു, എന്നെ കാണാൻ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമുക്ക് അവരെ കാണാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് നേരെ ഡയറക്റ്റ് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സ്ക്രീനിൽ ചേരുന്നു. പിന്നീട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഉണ്ടായത്. ആദ്യം ഓരോന്നോരോന്നേരം ചോദിക്കുകയുണ്ടായി. ആദ്യം ചോദിക്കുന്നത് ഓമന പേര് ടാസ്കിനെ കുറിച്ചാണ്. അതെല്ലാവർക്കും പണി കിട്ടുകയുണ്ടായി. അക്ബറിനാണ് ആദ്യത്തെ പണി കിട്ടിയത്. അതായത് നമ്മുടെ രേണു സുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച വിഷയത്തിൽ അത് ചർച്ചയാവുകയുണ്ടായി. അതായിരുന്നു ഇന്നലത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിന്, അതായത് വീക്കെൻഡ് എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. പിന്നീട് ആദില നൂറയുടെ വിഷയം വരുന്നു. ഒരാളെ മിസ്റ്റർ അപ്പി എന്ന് വിളിച്ചായിരുന്നല്ലോ, അപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യുകയുണ്ടായി. അത് കുഴപ്പമില്ല എന്ന് ഇനി അങ്ങനെ തന്നെ വിളിക്കും എന്ന് അവർ പറയുകയുണ്ടായി. അപ്പോൾ ആ പ്രശ്നമൊന്നും അങ്ങനെ വലുതായിട്ട് ചർച്ച ചെയ്യാനുണ്ടായില്ല. പിന്നെ രേണു സുധിയുടെ വീഡിയോ വിഷയം, അതായത് രേണു സുധി ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു സ്വന്തം ചാനലിൽ. അത് ചർച്ച ചെയ്യുകയുണ്ടായി. അത് ഒരു മോശമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷേ അത് ചർച്ച ചെയ്യപ്പെട്ടു. അതിന് രേണുവിന് പണി കിട്ടുകയും ചെയ്തിരുന്നു. അതിനുശേഷം സേഫ് ഗെയിം കളിക്കുന്നവരെ ലാലേട്ടൻ ചോദ്യം ചെയ്യുകയുണ്ടായി. പിന്നെ നിങ്ങൾ ഒളിഞ്ഞിരുന്ന് കളിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ സരിക, ഒനിയൽ സാബു, രഞ്ജിത്ത്, ബിൻസി, ശൈത്യ ഇവരെയൊക്കെ പിടിച്ച് കുടയുകയുണ്ടായി. അതിനുശേഷം അപ്പാനിയുടെയും അക്ബറിനെയും കൂട്ടുചേർന്ന്, അതായത് അയൽക്കൂട്ടം പൊളിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നെ റെനയുടെയും നമ്മുടെ ഒനിയൽ സാബുവിൻ്റെയും വിഷയം വെറുതെ സംസാരിച്ചു. അത് വലിയ വിഷയമായിട്ട് എടുത്തില്ല, വെറുതെ സംസാരിച്ചു പോയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന ടാസ്കിനെ കുറിച്ച് സംസാരിച്ചു. അതിൽ നന്മമാരുമായിട്ട് കളിച്ചതായിട്ട് ലാലേട്ടൻ പറയുകയുണ്ടായി. പിന്നെ അപ്പാനിയോട് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ലാലേട്ടൻ പറയുകയുണ്ടായിരുന്നു. പിന്നെ പണിപ്പുര ടാസ്കിനെ കുറിച്ച് ചർച്ച ചെയ്തു. പണിപ്പുര ടാസ്കിനെ കുറിച്ച് ചർച്ച ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിപ്പുരയിൽ പോകാൻ താല്പര്യമില്ലാത്തവർ ആരൊക്കെയാണെന്ന് ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ നവീനും നമ്മുടെ ശൈത്യമൊക്കെ കൈപ്പൊക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫുൾ കൺഫ്യൂഷനായിരുന്നു. ലാലേട്ടനടക്കം ആയൊരു സിറ്റുവേഷനിലായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ശാരിക, ബിൻസി, ശൈത്യ, നിങ്ങൾക്ക് താല്പര്യം അതായത് പണിപ്പുരയിൽ പോകാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറയുകയുണ്ടായി, അല്ല ലാലേട്ട എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, ആർക്കൊക്കെയാണ് താല്പര്യമില്ലാത്ത ആ ആൾക്കാരൊന്ന് കൈപ്പൊക്കൂ എന്ന് പറയുന്നു. അവർക്കൊരു സമ്മാനം തരാമെന്ന് പറയുകയുണ്ടായി ലാലേട്ടൻ. അപ്പോൾ നവീൻ സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് കൈപ്പൊക്കുകയുണ്ടായി. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, സമ്മാനം ഇനി ഒരിക്കലും പണിപ്പുരയിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ നവീൻ എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കുകയുണ്ടായി. പിന്നീട് ബാഡ്ജിൻ്റെ പ്രശ്നം ചർച്ചയിൽ വരികയുണ്ടായി. അതിൽ ജിസേലിനോട് ചോദിക്കുകയുണ്ടായി. ലാലേട്ടൻ ചോദിച്ചിരുന്നു, കയ്യിൽ നിന്ന് ബാഡ്ജ് എങ്ങനെ പോയി എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ജിസേൽ പറയുകയുണ്ടായി, അത് ലാലേട്ട അക്ബർ കൊണ്ടുപോയി. അപ്പോൾ ലാലേട്ടൻ പറയുകയുണ്ടായി, അങ്ങനെ അക്ബർ കൊണ്ടുപോയതല്ലല്ലോ, അത് ഡിബേറ്റ് വഴി പോയതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ജിസേൽ പറഞ്ഞു, ഡിബേറ്റിൽ പോയതല്ല ലാലേട്ട എന്ന് പറഞ്ഞു, ഡിബേറ്റിലാണ് പോയത് എന്ന് പറഞ്ഞു. എല്ലാ സാധനവും തിരിച്ചു കൊടുത്തിരുന്നോ എന്ന് ചോദിച്ചു. ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തതെല്ലാം തിരിച്ചു കൊടുത്തിരുന്നോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ജിസേൽ പറഞ്ഞു, എന്തോ കൊടുക്കാനുണ്ടല്ലോ, അത് കൊടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ജിസേൽ പറഞ്ഞു, ഫസ്റ്റ് ടൈം ഞാൻ കൊടുത്തില്ല ലാലേട്ട, സെക്കൻഡ് ടൈം ഞാൻ കൊടുത്തു, തേർഡ് ടൈം ഞാൻ കൊടുത്തു, എല്ലാം തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ വീണ്ടും ചോദിച്ചു, ജിസേൽ എന്തോ സാധനം കൊടുക്കാനില്ലേ? അപ്പോൾ ജിസേൽ എന്ത് സാധനം അങ്ങനെ ആലോചിക്കുകയുണ്ടായി. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ലാലേട്ട ഒരു ചെറിയൊരു കൺസിലർ എൻ്റെ ബാക്കിയുണ്ട്, അതിൻ്റെ ഇവിടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ട അതാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുകയുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത ജിസേൽ എന്ന് ചോദിക്കുന്നു. അപ്പോൾ
എന്നിട്ട് പറയുന്നു, ലാലേട്ടൻ പറയുന്നു ജിസേലിന് ഇതിന് പണിഷ്മെൻ്റ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നു ജിസേലിന് ഇതിന് പണിഷ്മെൻ്റ് ഉണ്ട് എന്ന് പറയുന്നു. ഇത് ജിസേലിൻ്റെ പട്ടിയല്ലേ, ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്നു. ജിസേലിൻ്റെ പട്ടി ഇവിടെയുണ്ട്. ഇത് കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇനി അവിടെ ഇരിക്കട്ടെ, ഈ പെട്ടി ഞാൻ വീട്ടിലേക്ക് തിരിച്ചയക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജിസേലിന് 8ൻ്റെ പണി അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ലാലേട്ടൻ. അപ്പോൾ ജിസേൽ കുറച്ച് നേരം ഇവിടെ പെട്ടിയിരിക്കുന്നുണ്ട്, വേണമെങ്കിൽ കണ്ട് ആസ്വദിച്ചോളൂ എന്ന് പറയുന്നു. അപ്പോൾ ജിസേൽ വിഷമിക്കുന്നൊരു രംഗമൊക്കെ കാണിച്ചിരുന്നു. പിന്നീട് ലാലേട്ടൻ ചോദിച്ചിരുന്നു, പിന്നീട് ബാഡ്ജൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ലാലേട്ടൻ പറയുന്നു ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ ഇവിടെ എല്ലാവരും, ആരൊക്കെ കാണിക്കുന്നവരുണ്ടല്ലോ എന്ന് പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചർച്ച ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. അപ്പോൾ ഇനി ബാക്കി നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോകുന്നു. എന്നിട്ട് ലാലേട്ടൻ ഒരു ഡോഗ് റോബോട്ട് വരുന്നുണ്ട്. ആ ഡോഗ് റോബോട്ടിനെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡോഗ് റോബോട്ടിന് നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമെന്ന് പറയുന്നു, എന്ത് പേര് വേണമെങ്കിലും ഇടാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ലാലേട്ടൻ അത് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ലൈവിൽ കാണിക്കുന്നത് നമ്മുടെ രേണുസുതി ക്യാമറയുടെ മുമ്പിൽ പോയി നിന്നിട്ട് മാപ്പ് പറയുന്നതാണ്. അതായത് ഈ വീഡിയോ എടുത്തല്ലോ അതിനെക്കുറിച്ച് മാപ്പ് പറയുന്ന ഒരു കാഴ്ചയാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ബാക്കി ഇന്നായിരിക്കും ചർച്ച ചെയ്യുക. ഓക്കെ, ഇനി ഇന്നത്തെ ദിവസത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസത്തിലേക്ക് വന്നാൽ ഇന്നലെ ബാക്കി വെച്ച ബാക്കി കാര്യങ്ങളും ചോദിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിൽ ടാസ്കിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല, ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല, ജയിലിൽ നടന്ന വിഷയത്തെക്കുറിച്ച് കാര്യങ്ങളൊന്നും കുറിച്ച് ചോദിച്ചിട്ടില്ല. പിന്നെ റൂൾ ബ്രേക്ക് ചെയ്തിരുന്നു, അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. പിന്നെ ലാസ്റ്റ് എവിക്ഷൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ് ഇന്ന് ചോദിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾക്ക് ലൈവിനകത്ത് കാണാൻ സാധിക്കുക. ഇന്ന് രാത്രി 9 മണിക്ക് ലൈവിനകത്ത് അത് കാണാൻ സാധിക്കും. ഇന്ന് ലൈവില്ല, അതുകൊണ്ടാണ് ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ പറയാത്തത് കേട്ടോ. ഇന്ന് ലൈവില്ല, ഇന്ന് ഈ എപ്പിസോഡ് കഴിഞ്ഞ ശേഷമായിരിക്കും ലൈവ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിനായിട്ട് ഞാനും വെയിറ്റിംഗാണ്. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ രഞ്ജിത്താണ് വിക്റ്റായി പോയിരിക്കുന്നത്. ഓക്കെ, പിന്നെ റോബോട്ട് വീട്ടിൽ കയറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബോട്ട് ഓൾറെഡി വീട്ടിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. അവരറിയാതെയാണ് കയറ്റി വിട്ടിരിക്കുന്നത്. അത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലോ നമുക്കത് കാണാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ദിലീപേട്ടൻ വരുന്നത് ഏത് വീക്കെൻഡിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീക്കെൻഡിലല്ല നമ്മുടെ ദിലീപേട്ടൻ വരുന്നതെന്ന് തോന്നുന്നു. ഇന്നത്തെ വീക്കെൻഡിലല്ല, പിന്നെ അടുത്ത ഒരു വീക്കെൻഡ്, അതായത് ഇനി വരുന്ന വീക്കെൻഡിലായിരിക്കും നമ്മുടെ ദിലീപേട്ടൻ നമ്മുടെ ബിഗ് ബോസിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന വിവരം. എന്തായാലും നമുക്ക് നോക്കാം എന്നാണെന്നുള്ളത്. പിന്നെ ഇന്ന് പിന്നെ ജിസേലിനെയും നമ്മുടെ ഷാനവാസിനെ നിർത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു പ്രൊമോ പുറത്തുവിട്ടിരുന്നു. അത് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ്. ഞാൻ പറഞ്ഞല്ലോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇന്നത്തെ റിവ്യൂവും നാളത്തെ അപ്ഡേറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് സീ യു.